ഓം ശാന്തി. 31/8/2024. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, ഓർമ്മയോടൊപ്പം പഠിത്തത്തിലും പൂർണ്ണ ശ്രദ്ധ നൽകണം. ഓർമ്മയിലൂടെ പാവനമാകുന്നു, പഠിത്തത്തിലൂടെ വിശ്വത്തിൻ്റെ അധികാരി ആകുന്നു. ജ്ഞാനത്തിൻ്റെയും യോഗത്തിൻ്റെയും ആധാരത്തിലാണ് നാം വിശ്വത്തിൻ്റെ അധികാരി ആകുന്നത്, പവിത്രമാകുന്നത്. അതിനാൽ 2 വിഷയങ്ങളിലും ഒരുപോലെ ശ്രദ്ധ ഉണ്ടായിരിക്കണം. പൂർണ്ണ ശ്രദ്ധയും കൊടുക്കണം. ഓർമ്മയിലൂടെ ആത്മാവ് പവിത്രമാകുന്നു. ഇതിലൂടെ പവിത്രമായ പ്രകാശ കിരീടം ലഭിക്കുന്നു. പഠിത്തത്തിലൂടെ വിശ്വത്തിൻ്റെ അധികാരിയായി മാറുന്നു. ഇതിലൂടെയാണ് വിശ്വരാജ്യാധികാരത്തിൻ്റെ കിരീടം, രത്നങ്ങൾ പതിച്ച കിരീടം ലഭിക്കുന്നത്. അതിനാൽ ഇരട്ട കിരീടധാരി ആകുന്നതിന് ജ്ഞാനത്തിലും യോഗത്തിലും ഒരുപോലെ ശ്രദ്ധ കൊടുക്കണം. ചോദ്യം: സ്കോളർഷിപ്പ് എടുക്കുന്നതിന് ഏത് പുരുഷാർത്ഥം ആവശ്യമാണ്? ഉത്തരം: സ്കോളർഷിപ്പ് എടുക്കണമെങ്കിൽ എല്ലാ കാര്യങ്ങളിൽ നിന്നും മമത്വം മാറ്റിയെടുക്കണം. ധനം, കുട്ടികൾ, വീട് ഒന്നും തന്നെ ഓർമ്മ വരരുത്. ശിവബാബ തന്നെ ഓർമ്മയുണ്ടായിരിക്കണം. പൂർണ്ണമായും സ്വാഹ ആകണം. അപ്പോൾ ഉയർന്ന പദവിയുടെ പ്രാപ്തി ഉണ്ടാകും. ബുദ്ധിയിൽ ഈ ലഹരി ഉണ്ടായിരിക്കണം. നമ്മൾ എത്ര വലിയ പരീക്ഷയാണ് പാസ്സാകുന്നത് എന്ന്. നമ്മുടേത് എത്ര വലിയ പഠിത്തമാണ്. പഠിപ്പിക്കുന്നതും സ്വയം ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവനായ ബാബയാണ്. ഏറ്റവും പ്രിയപ്പെട്ട ബാബ നമ്മെ പഠിപ്പിക്കുകയാണ്. ജ്ഞാനമാർഗത്തിൽ സ്കോളർഷിപ്പ് എടുക്കുക അർത്ഥം ഏറ്റവും ഉയർന്ന സ്ഥിതിയിൽ എത്തുക എന്നതാണ്. ഇങ്ങനെ ഉയർന്ന സ്ഥിതിയിൽ എത്തുന്നതിന് ഏതു പുരുഷാർത്ഥമാണ് തീർച്ചയായും ചെയ്യേണ്ടത്? ബാബ പറയുന്നു, എല്ലാ വസ്തുക്കളോടുമുള്ള ആസക്തി മാറ്റിയെടുക്കണം. ഈ വസ്തു ഉണ്ടെങ്കിലേ എനിക്ക് സന്തോഷമായിരിക്കാൻ പറ്റുള്ളൂ എന്ന ഒരു അടിമത്വം ഒരു വസ്തുവിനോടും ഉണ്ടായിരിക്കരുത്. വസ്തുക്കൾ നമ്മുടെ സൗകര്യത്തിനു വേണ്ടി മാത്രമാണ്. സൗകര്യത്തിനായി നമ്മൾ ഇരിക്കുകയല്ല. ധനമായാലും കുട്ടികളായാലും വീടായാലും ഒന്നും തന്നെ ഓർമ്മ വരരുത്. വസ്തുക്കളാകട്ടെ വ്യക്തികളാകട്ടെ എല്ലാം തന്നെ സ്വാഹ ചെയ്യണം. ശിവബാബ മാത്രം ഓർമ്മയിൽ വരണം. ഇങ്ങനെയുള്ള സ്ഥിതിയിലെത്തുമ്പോഴാണ് ഉയർന്ന പദവി പ്രാപ്തമാകുന്നത്. ബുദ്ധിയിൽ ഈ ഒരു ലഹരി ഉണ്ടായിരിക്കണം. നമ്മൾ എത്രയോ ഉയർന്ന പഠിത്തമാണ് പഠിക്കുന്നത്. ഇത് വളരെ വലിയ പരീക്ഷ ആണ്. ഇത് ഏറ്റവും ഉയർന്ന പഠിത്തമാണ്. ഇത് പഠിപ്പിക്കുന്നത് സ്വയം ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവനായ ബാബയാണ്. ഈ പഠിത്തത്തിൻ്റെ ആധാരത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ നിന്നും നാം ദുഃഖത്തെ മാറ്റി സുഖം നിറയ്ക്കുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ബാബ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇത് ഓർമ്മിച്ച് സന്തോഷത്തിലിരിക്കണം. അതുപോലെ തന്നെ എല്ലാ വസ്തുക്കളിൽ നിന്നും വ്യക്തികളിൽ നിന്നും ആസക്തി മാറ്റിയെടുക്കണം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. തൻ്റെ തലയെ നല്ലതാക്കി മാറ്റുന്നതിന് ദിവസവും ജ്ഞാനാമൃതത്തിൻ്റെ ഡോസ് കൊടുക്കണം. ഓർമ്മയോടൊപ്പം പഠിത്തത്തിലും പൂർണ്ണമായും ശ്രദ്ധ നൽകണം. കാരണം പഠിത്തത്തിലൂടെയാണ് ഉയർന്ന പദവി ലഭിക്കുന്നത്. 2. നമ്മൾ ഉയർന്നതിലും ഉയർന്ന കുലത്തിലേതാണ്. സ്വയം ഭഗവാൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ലഹരിയിൽ ഇരിക്കണം. ജ്ഞാനം ധാരണ ചെയ്ത് ഈശ്വരീയ സേവനത്തിൽ വരണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, തൻ്റെ ബുദ്ധിയെയും മനസ്സിനെയും നല്ലതാക്കിയെടുക്കുന്നതിന് എന്നും ജ്ഞാനാമൃതത്തിൻ്റെ ഇൻജക്ഷൻ നൽകണം, അല്ലെങ്കിൽ മരുന്ന് നൽകണം. ഇതിലൂടെ മനസ്സും ബുദ്ധിയും നല്ലതായി മാറുന്നു.
ജ്ഞാനത്തിലും യോഗത്തിലും, അതായത് ഓർമ്മയിലും പഠിത്തത്തിലും നല്ലതുപോലെ ശ്രദ്ധ കൊടുക്കണം, പൂർണ്ണ ശ്രദ്ധ കൊടുക്കണം. കാരണം പഠിത്തത്തിലൂടെയാണ് ഉയർന്ന പദവി ലഭിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, നമ്മൾ ഏറ്റവും ഉയർന്ന കുലത്തിലെ ആത്മാക്കളാണ്. സ്വയം ഭഗവാനാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ഒരു ലഹരി ഉണ്ടായിരിക്കണം. ഇത് നാം തുടർച്ചയായി ഓർമ്മിക്കുന്നതിന് തീർച്ചയായും പരിശ്രമം ചെയ്യുകയാണെങ്കിൽ ഓർമ്മ നിലനിൽക്കുന്നു. അതിനനുസരിച്ച് സന്തോഷവും നമ്മളിൽ നിലനിൽക്കുന്നു. അതിനോടൊപ്പം ജ്ഞാനം ധാരണ ചെയ്ത് ഈശ്വരീയ സേവനത്തിൽ വരണം. ആർക്കാണോ ജ്ഞാനം മനസ്സിലായിട്ടുള്ളത് അവർക്ക് മാത്രമേ സേവനം നന്നായി ചെയ്യാൻ സാധിക്കുള്ളൂ. അതിനാൽ ജ്ഞാനം ധാരണ ചെയ്ത് സേവനത്തിൽ വരണം. വരദാനം: സന്തുഷ്ടതയുടെ വിശേഷതയിലൂടെ ഓരോ കടുത്ത പേപ്പറിലും സഫലമായി തീരുന്ന ദൃഢത സമ്പന്നരായി ഭവിക്കട്ടെ. സന്തുഷ്ടത ബ്രാഹ്മണരുടെ വിശേഷ ലക്ഷണമാണ്. എന്താണോ പാർട്ട് ലഭിച്ചിട്ടുള്ളത് അതിൽ സന്തുഷ്ടമായി ഇരിക്കുക തന്നെയാണ് മുന്നേറുക. എന്തെങ്കിലും മേല് കീഴാവുകയാണെങ്കിലും ആരെങ്കിലും ഇൻസൾട്ട് ചെയ്യുകയാണെങ്കിലും ദാതാവിൻ്റെ കുട്ടികൾ ഒരിക്കലും ഒരു കാര്യത്തിലും അസന്തുഷ്ടരാകുക സാധ്യമല്ല. അവർ സ്വയവും സന്തുഷ്ടരായിരിക്കും, മറ്റുള്ളവരെയും സന്തുഷ്ടരാക്കും. ഇതിനായി ദൃഢത സമ്പന്നമായ സങ്കല്പമെടുക്കണം. എത്ര തന്നെ കടുത്ത പേപ്പർ വന്നാലും എനിക്ക് സന്തുഷ്ടമായി തന്നെ ഇരിക്കണം എന്ന്. എങ്കിൽ സഫലമായി കൊണ്ടിരിക്കും. എന്ത് പാർട്ടാണോ നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതിൽ തന്നെ സന്തുഷ്ടമായിരിക്കുക. ഇത് തന്നെയാണ് മുന്നേറുക എന്ന് പറയുന്നത്. സന്തുഷ്ടത എന്നത് ബ്രാഹ്മണാത്മാക്കളുടെ വിശേഷ ലക്ഷണമാണ്. എന്തു തന്നെ സംഭവിച്ചാലും ദാതാവിൻ്റെ കുട്ടികൾ ഒരിക്കലും ഒരു കാര്യത്തിലും അസന്തുഷ്ടരാകരുത്. ആര് ഇപ്രകാരം സന്തുഷ്ടമായിരിക്കുന്നുവോ അവർക്ക് മറ്റുള്ളവരെയും സന്തുഷ്ടമാക്കാൻ സാധിക്കും. ഈ ഒരു ദൃഢത നിറഞ്ഞ സങ്കല്പമെടുക്കണം. എന്തു തന്നെ കടുത്ത പേപ്പർ വന്നാലും ഞാൻ സന്തുഷ്ടമായി തന്നെ ഇരിക്കും എന്ന്. അങ്ങനെയാണെങ്കിൽ സഫലമായി കൊണ്ടിരിക്കും. സ്ലോഗൻ: ഭാഗ്യശാലികൾ അവരാണ് ആരുടെ ഹൃദയത്തിലാണോ സദാ സന്തോഷത്തിൻ്റെ സൂര്യൻ ഉദിച്ചിരിക്കുന്നത്. ആരിലാണോ എല്ലായ്പ്പോഴും സന്തോഷമുള്ളത് അവർ ഭാഗ്യശാലികളാണ്. ഇപ്രകാരം സന്തോഷം ഉണ്ടാകുന്നതിന് നാം ബാബയെ ഓർമ്മിക്കണം, ജ്ഞാനം ധാരണ ചെയ്യണം, ശ്രീമത്തനുസരിച്ച് നടക്കണം. ഇതിലൂടെ ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷത്തിൻ്റെ സൂര്യൻ ഉദിച്ചു തന്നെ ഇരിക്കും. ഓം ശാന്തി.